കേരളത്തിലും ഏകസ്വരങ്ങൾ ഉണ്ടാകാൻ അനുവദിച്ചുകൂടാ. ഏകസ്വരങ്ങൾ പാടില്ല. ബഹുസ്വരങ്ങൾ ഉണ്ടാകണം, വ്യത്യസ്തതകൾ ഉണ്ടാകണം, യോജിപ്പുകൾ ഉണ്ടാകണം, വിയോജിപ്പുകൾ ഉണ്ടാകണം, സംവാദങ്ങൾ ഉണ്ടാകണം. അതിൽ നിന്നൊരു ഔട്ട്കം ഉണ്ടാകും. അതാണ് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായമായി മാറേണ്ടത്. ആ അഭിപ്രായത്തെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഫലപ്രാപ്തിയിലെത്തിക്കാൻ, നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, സാമ്പത്തിക പുരോഗതി എന്ന് പറയുന്നത് ഒരു വിഭാഗം ആളുകളുടെ മാത്രം പുരോഗതിയല്ല, എല്ലാ മനുഷ്യൻ്റെയും പുരോഗതിയാണ്. സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണത്തിലൂടെ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, സമ്പത്തിൻ്റെ പുനർവിതരണത്തിലൂടെ, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, എല്ലാത്തിലൂടെയും നമുക്ക് ആ ഒരു കാലത്തിലേക്ക് കടക്കാൻ, നമ്മുടെ കാഴ്ചപ്പാടിലേക്ക്, വിശാലമായ സമീപനത്തിലേക്ക് നടക്കാൻ, ലോകത്ത് മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ കാഴ്ചപ്പാടുകൾ, ഈ ഏകസ്വരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു അസമത്വമുണ്ട് ലോകത്ത്. ഈ ഏകസ്വരങ്ങൾ മാത്രം ഉയർത്തുന്ന ഏകാധിപതികളായ ഭരണാധികാരികൾ ചുവന്ന പരവതാനി വിരിച്ചു കൊടുക്കുകയാണ് അസമത്വത്തിൻ്റെ സ്രഷ്ടാക്കൾക്ക് എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകും. ഈ അക്ഷരോത്സവത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കും. താങ്ക് യു സോ മച്ച് സർ. ഏകസ്വരങ്ങൾക്കിടയിൽ ബഹുസ്വരതയുടെ ഭാവി, അദ്ദേഹത്തിൻ്റെ ആശങ്കകളും പ്രതീക്ഷകളും പങ്കുവെച്ചു കഴിഞ്ഞു. ഇനിയുള്ള സമയം നമുക്ക് ചോദ്യോത്തരങ്ങൾക്ക് വേണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കൈ ഉയർത്തുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് മൈക്കുകൾ കൊണ്ടുതരുന്നതായിരിക്കും. ഒരു 10 മിനിറ്റ് നമുക്ക് അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. പ്ലീസ്. നമസ്കാരം സർ. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യ എന്നാൽ ഇന്ദിര, ഇന്ദിര എന്നാൽ ഇന്ത്യ, സാർ ഇപ്പോൾ സംസാരിച്ച കാഴ്ചപ്പാട് അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ സാർ എങ്ങനെ വിലയിരുത്തുന്നു? ഞാൻ പറഞ്ഞല്ലോ, ചരിത്രത്തിലേക്ക് നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളുണ്ട്, പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അത്തരം ചരിത്രത്തിലെ തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ നോക്കണം. സംശയം എന്താ കാര്യത്തിൽ? അത് പറയാനൊന്നും ഒരു ഭയമുള്ള ആളല്ല ഞാൻ. നിർഭയമായി പറയും, ഒരു സംശയമില്ല. അതൊക്കെ ചരിത്രത്തിലെ തെറ്റുകളാണ്. ഭരണകൂടം ആരായാലും, ആര് അധികാരത്തിൽ വന്നാലും, അധികാരം നമ്മളെ വല്ലാതെ ദൂഷിപ്പിക്കും. അധികാരം ഒരുപാട് കോക്കസുകളെ രൂപപ്പെടുത്തും. നമുക്ക് ചുറ്റും അൺവാണ്ടഡ് എലമെൻറ്റ്സ് വന്ന് നിറയും. ശരിയായ ആളുകളെ കാണാൻ കഴിയാത്ത വണ്ണം നമ്മളെ കണ്ണുകൾ മൂടപ്പെടും. അവരെ തിരിച്ചറിയാനും യഥാർത്ഥ ആളുകളെ തിരിച്ചറിയാനും കഴിയുമ്പോഴാണ് യഥാർത്ഥ ഭരണാധികാരി നമ്മളാവുന്നത്. അപ്പോൾ ചരിത്രത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റുകളെ ന്യായീകരിക്കുക അല്ല ബുദ്ധി, അത് തെറ്റുകളാണെന്ന് സമ്മതിച്ച് അത്തരം തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ, അത്തരം എക്സസുകൾ ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടി കണ്ണ് വിടർത്തി വെച്ചിരിക്കുകയാണ്. എവിടെയെങ്കിലും അത്തരം സൂചനകൾ ഉണ്ടെങ്കിൽ അതിനെ എതിർക്കുക തന്നെ ചെയ്യും.